ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ, നിങ്ങൾ മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണ് എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിലേക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് എത്തുന്നത് ആ ഒരു സമയം തൊട്ടായിരിക്കും ഈ ഒരു റീഡിംഗ് നിങ്ങളിലേക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ലൈഫുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത്. ഒന്നും ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസൊനേറ്റ് ആക്കാൻ ശ്രമിക്കേണ്ട. നിങ്ങളുമായി റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ആളുകളുമായി ഇടപഴകുന്നത്? ആളുകളുമായി ഇടപഴകുമ്പോൾ നിങ്ങളുടെ നാച്ചുറൽ അപ്രോച്ച് എങ്ങനെയാണ്? നിങ്ങൾ ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് എന്ത് എനർജി എക്സ്ചേഞ്ച് ആണ് അതിനുള്ളിൽ നടക്കുന്നത്? നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയിലാണ് നിങ്ങൾക്കൊരു ബാലൻസ് വേണ്ടത്? എന്ത് എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ അറിയാതെ തന്നെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആൻഡ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്? നിങ്ങളൊരു ബെറ്റർ വേർഷനായിട്ട് മാറാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ബെറ്റർ ആയിട്ട് മാറാൻ വേണ്ടി എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു എനർജി വൈസ് ആയിരിക്കും, നിങ്ങളുടെ ക്യാരക്ടർ വൈസ് ആയിരിക്കും. അതൊക്കെ നമ്മൾ കാർഡ്സ് എടുത്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു റീഡിംഗ് ആയിരിക്കില്ല. എന്താണ് എനിക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് അത് മാത്രമായിരിക്കും ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്. ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും അവരോട് അപ്രോച്ച് ചെയ്യുക? ആളുകളുമായി ഇടപഴകുന്ന സമയത്ത് നിങ്ങൾ അവരോട് അപ്രോച്ച് ചെയ്യുന്ന രീതി എന്തായിരിക്കും? സോ ആളുകളുമായി ഇടപഴകുന്ന സമയത്ത് നിങ്ങൾ അവരോട് അപ്രോച്ച് ചെയ്യുന്ന രീതി എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് കാർഡ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഇടപഴകുന്ന സമയത്ത് നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള എനർജി എന്താണ്? എന്ത് എനർജിയാണ് നിങ്ങൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് അവരുടെ എനർജിയും നമ്മുടെ എനർജിയും തമ്മിൽ ബാധിക്കാനായിട്ടുള്ള ചാൻസുകൾ എപ്പോഴും ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്ത് എനർജിയാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഏരിയ നിങ്ങൾ കുറച്ചുകൂടി നല്ലതാക്കാനുണ്ട്. അതെന്താണെന്നുള്ളതാണ്. എന്ത് എനർജിയാണ് ഇപ്പം നിങ്ങൾ അറിയാതെ നിങ്ങൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് എനർജിയാണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് എനർജിയാണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ചില പാറ്റേൺസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിലെ ചില പാറ്റേണുകൾ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ. അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? എന്താണ് ആ ഒരു കാര്യം എന്നാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്താണിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്? ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ്? ആൻഡ് നിങ്ങൾ എന്ത് ആക്ഷനാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് കൂടി നോക്കാം. നിങ്ങൾ ഈ ഒരു സമയത്ത് എന്ത് ആക്ഷൻ എടുക്കണം? സോ നിങ്ങളുടെ ഈ ലൈഫിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? എന്ത് ആക്ഷനാണ് നിങ്ങളിപ്പോൾ എടുക്കേണ്ടത്? ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോൾ നിങ്ങൾ ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നിങ്ങൾക്ക് അവരോടുള്ള അപ്രോച്ച് എന്ന് ചോദിച്ചപ്പോൾ ഈസ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ട് നിങ്ങൾ എന്ത് എനർജിയാണ് അവർക്ക് പങ്കിടുന്നത് ചോദിച്ചപ്പോൾ 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഏരിയയാണ് ബെറ്റർ ആവേണ്ടത്, കുറച്ചുകൂടി ബാലൻസ് കൊണ്ടുവരേണ്ടത്? ഏസ് ഓഫ് തോട്ട്സ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ എഫക്റ്റ് ചെയ്യുന്ന എനർജി ഈസ് റിവേഴ്സ് കാർഡാണ്. ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, 4 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ എന്താണ് ഗൈഡൻസ് യൂണിവേഴ്സ് ഈ ഒരു മുന്നോട്ട് പോകാനുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന 4 ഓഫ് വാൻഡ്സ് ആണ്. ആൻഡ്
നിങ്ങൾക്ക് എന്ത് ആക്ഷനാണ് ഈ ഒരു സമയത്ത് എടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു പൊതുബോധം എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ക്യാരക്ടർ, നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ടൈപ്പ് ഒരു വ്യക്തിയായിട്ടുണ്ട് പലപ്പോഴും ജീവിതത്തിൽ. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നേറേണ്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പലപ്പോഴും നിങ്ങൾ കൂടുതലും എടുത്തു ചാടുക, ദേഷ്യപ്പെടുക, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, ഒരു ഫയർ എനർജിയാണ് നിങ്ങൾക്ക് കൂടുതലുള്ളത്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഒരു പോസിറ്റീവ് രീതിയിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൻ്റെ ഒരു ടോട്ടൽ കൺസെപ്റ്റിലേക്ക് പോവാം. ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏസ് ഓഫ് വോൺസ് എനർജിയാണുള്ളത്. അതായത് നിങ്ങൾ വളരെ ഇനിഷ്യേറ്റീവ് ആയിരിക്കും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കാൻ, അങ്ങനെയൊക്കെ വളരെ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒരാളായിരിക്കും. അതായത് നിങ്ങളൊരു ഹിഡൻ അജണ്ട വെച്ചിട്ടൊന്നും ആയിരിക്കില്ല ആളുകളുമായിട്ട് ഇടപഴകുന്നത്, അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഹെൽപ്പ് ഇങ്ങോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ നിങ്ങൾ പുതിയ ഐഡിയാസ് അതൊക്കെ നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാവാം. ആളുകൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം അവതരിപ്പിച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്കിവിടെ എനർജി ഉള്ളത്. അപ്പോൾ ഒരു പീപ്പിൾ പ്ലീസിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ക്രിയേറ്റീവ് ആയിട്ടാണ് തോന്നുന്നത്. അതായത് എല്ലാവരെയും ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല ആക്ച്വലി നിങ്ങളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. സോ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പോകുന്ന ആളുകളൊന്നും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം നിങ്ങൾക്കൊരു ഫയർ എനർജി ഉണ്ട്, നിങ്ങൾക്കത് ആളുകളിലേക്ക് പങ്കുവെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു ഇമോഷണലി ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഈവൻ നിങ്ങളത് അങ്ങനെ വിചാരിക്കുന്നില്ലെങ്കിൽ കൂടി ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളുകളുമായിട്ട് ഉണ്ടാക്കാൻ പറ്റാറുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, അവരുമായിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വീണ്ടും ഒരു വോണ്ട് എനർജി തന്നെയാണ്. സോ ഇവിടെ ഒരു അൺഈക്വൽ ടൈമിംഗ് പക്ഷേ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളതിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതായത് ആളുകളുമായിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളതിങ്ങനെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കത്തില്ല. ഓക്കെ, ആളുകൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയാലാവും അവർ തിരിച്ച് മറ്റൊരാൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളങ്ങനെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് നിങ്ങളെ ഒരു എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഇവിടെ കൂടുതൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ അതിൻ്റെ റിസൾട്ട് അവർ തിരിച്ചെന്തെങ്കിലും ചെയ്യും എന്ന് വിചാരിച്ചായിരിക്കില്ല നിങ്ങളിവിടെ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും പല സമയത്തും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തോ ആളുകൾ സഹായിക്കാത്തത് കൊണ്ടാണോ, അതോ നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾ സഹായിച്ച ആളുകൾ നിങ്ങളെ തിരിച്ച് സഹായിക്കാത്തത് കൊണ്ടാണോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് വരുന്നുണ്ട്. മേ ബി നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളുകൾ പോലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും നിങ്ങളെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ നിങ്ങളുടെ ഒരു ക്യാരക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊന്നും യാതൊരു മടിയില്ലാത്തൊരു വ്യക്തിയായിരിക്കും. നിങ്ങളെ കഴിയുന്ന റിസോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ കൂടി മാനസികമായിട്ട് നിങ്ങൾ ആളുകളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പലപ്പോഴും അത് അത്രത്തോളം തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ചില ഏരിയാസിലൊരു ബാലൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങൾ എപ്പോഴും ക്ലിയർ ആയിട്ടായിരിക്കില്ല സംസാരിക്കുന്നത്. ചില ബുദ്ധിപരമായിട്ടുള്ള ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. മേ ബി മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇതൊരു ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളൊരു ക്ലാരിറ്റി, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴോ ചെയ്യുമ്പോഴോ ഒക്കെ ഒരു ക്ലാരിറ്റി
അത് കൊണ്ടുവരുന്നില്ല. അതായത് നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് വളരെ ക്ലാരിറ്റിയോടുകൂടി ആയിരിക്കത്തില്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കില്ല മനസ്സിലാവുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ സംസാരിക്കുന്നതിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിലായിരിക്കില്ല ചില സമയത്ത് ആളുകൾ എടുക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്ത്, നിങ്ങൾക്ക് ഓൾറെഡി ഈ ഫയർ എനർജി ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കുറച്ച് റിയാക്റ്റീവ് ആയിരിക്കും. അതായത് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് റെസ്പോണ്ട് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും രണ്ടാണ് അല്ലേ. അപ്പോൾ കുറച്ച് റിയാക്റ്റീവ് ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്. ചിലപ്പോൾ നിങ്ങളുടെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് ദേഷ്യപ്പെട്ടായിരിക്കും. പക്ഷേ അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആ ഒരു രീതിയിൽ അത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ടുണ്ട് കേട്ടോ. സോ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി അത് നിങ്ങൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ അറിയാതെ തന്നെ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് നിങ്ങൾ ഇമോഷണലി നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും തുറന്ന് പറയാതെ ഇമോഷണലി നിങ്ങൾ വളരെയധികം സപ്രസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹം കൊടുക്കുകയും നിങ്ങൾ ഈ കരുതൽ കൊടുക്കുകയും അതുപോലെ എന്താ പറയുക മോട്ടിവേഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹാഫ് ഫിൽഡ് കപ്പാണുള്ളത്. അതായത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റിനെ നിങ്ങൾ ഫുൾഫിൽ ചെയ്യാതെയാണ് നിങ്ങൾ ഈ മറ്റുള്ളവരെ ഇങ്ങനെ ഇമോഷണലി അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ ഇമോഷണൽ നീഡ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായി നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ഇരിക്കണം, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എനർജി, നിങ്ങളുടെ ഒരു ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് അതിനകത്ത് വരുത്തണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ കുറച്ച് കൺട്രോൾ ചെയ്യുമോ, നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ മാറ്റാൻ ശ്രമിക്കുമോ, ഇതൊന്നും നിങ്ങൾ തന്നെ ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ എപ്പോഴും നിങ്ങൾ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇമോഷണലി റെസ്റ്റ് വേണം എന്നാണ്. പക്ഷെ അത് നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ വളരെയധികം അവെയർ ആയിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ ചില പാറ്റേൺസ് ഉണ്ട്, അത് വളരെയധികം അവെയർ ആയിരിക്കണം. അതായത് നിങ്ങൾ എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്, റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവസാനം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം വരുമ്പോഴായിരിക്കും നിങ്ങൾ ഒരു പോസ് എടുക്കുക. അതായത് റെസ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല, അത്രത്തോളം നിങ്ങൾ മടുക്കും. ആ ഒരു സമയത്തായിരിക്കും നിങ്ങളൊരു പോസ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് ലോങ് ആയിപ്പോവും. നിങ്ങൾ ഒരുപാട് അങ്ങ് റെസ്റ്റ് ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിച്ച് അതിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു ചെറിയ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഒരു ദിവസത്തെ ഗ്യാപ്പാണ്, ചിലപ്പോൾ അത് 10 days ആയിട്ട് നീണ്ടുപോയെന്നിരിക്കും. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ദിവസം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറേ ദിവസം അങ്ങ് ഗ്യാപ്പായി പോകും. അങ്ങനെ ലോങ് റെസ്റ്റോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ആ ഒരു പാറ്റേണിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കണം. സോ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, റെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാത്തിൽ നിന്നും പിൻവാങ്ങുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ചില സമയത്ത് ചില റെസ്റ്റ് വേണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി റെസ്റ്റ്ലെസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിവിടെ ഒരു റെസ്റ്റ് എടുക്കേണ്ട സമയമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ നിങ്ങളുടെ ലൈഫിലെ ഒരു ഗൈഡൻസ് എന്താണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ എന്തിലേക്കാണ് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഹെൽത്തി വേയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സേഫ് ഇമോഷണൽ സ്പേസ് തന്നെയാണ്. അതായത് നിങ്ങൾ കുറച്ച് ഇമോഷണലി ഹാപ്പി ആവാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്റ്റേബിൾ ബൗണ്ടറി ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഒരു ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ളവരെ ഒരേ സമയത്ത് സന്തോഷിപ്പിക്കാനും അതേ സമയത്ത് നമ്മളെ ഹാം ചെയ്യാതെ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മളോട് തെറ്റ് ചെയ്തു എന്ന് തോന്നാതിരിക്കാനും പറ്റണം. ഓക്കെ, അപ്പോൾ ചില നോകൾ നിങ്ങൾ പറയാൻ വേണ്ടി പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചില റിലേഷൻഷിപ്സ് റിലാക്സിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ചില സമയത്ത് ചില റിലേഷൻഷിപ്പ് അവിടെ ഒരു കുറച്ച് നമ്മൾ ശ്രദ്ധ വേണമെന്ന് തോന്നുന്ന റിലേഷൻഷിപ്പുകളിലേക്ക് പോകാണ്ടിരിക്കുക. നിങ്ങൾക്കൊരു കുറച്ച് സമാധാനം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ നിങ്ങളുടെ ഇമോഷണൽ പീസിന് ഒട്ടും സമാധാനം കൊടുക്കുന്നില്ല എന്നൊരു കാർഡ് വന്നതുകൊണ്ട് തന്നെ ഈ കാർഡ് ഗൈഡൻസിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ പീസിന്, നമ്മുടെ മനസ്സമാധാനത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വേണോ, ചെറിയ ഗെറ്റ് ടുഗദർ ഗ്യാതറിങ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ അതിനൊക്കെ പോവുക. ഓക്കെ. അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുക, സിനിമയ്ക്ക് പോവുക, അങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ലൈഫിൽ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു സമയമാണെന്നോടെയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഒരു സമയമല്ല. ഓക്കെ. സെക്യൂർ ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ഒരു ന്യൂ ഫേസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലൈഫിലെ ഒരു സൈക്കിൾ അവസാനിക്കുകയാണ്. ദ വേൾഡ് കാർഡ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ഫേസ് അവസാനിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. നിങ്ങൾക്ക് വില ലഭിക്കുന്നിടത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ ചില സമയത്ത് നിങ്ങൾ സൈലൻ്റ് ആയിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സമാധാനത്തിന് നല്ലത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടി സംസാരിക്കാനും പ്രതികരിക്കാനും ഉള്ള ഒരു ചാൻസ് ഉള്ള ഒരു എലമെൻറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ ചില സമയത്ത് ഒരു 5-10 സെക്കൻഡ് എടുക്കുന്ന സൈലൻസ് എന്ന് പറയുന്ന വലിയ ഭൂകമ്പങ്ങൾ ഒഴിവാക്കാമെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇവിടുത്തെ നിങ്ങളുടെ ലൈഫിൽ വേണ്ട ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസ് തന്നെയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾ ബാലൻസ് ഉണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ഇമോഷൻ എന്ന് പറയുന്നത്. ഇമോഷണൽ ബാലൻസ് ആണ്. നിങ്ങളുടെ മനസ്സിന് തൃപ്തി ഉണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ സെലക്റ്റീവായിട്ട് ആളുകൾക്ക് കൊടുക്കുക. അതായത് എല്ലാവർക്കും എല്ലാ എനർജിയും, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ എനർജി എവിടെയാണ് ലോസ്റ്റ് ആവുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾ അങ്ങനെ സെലക്റ്റീവായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു കാര്യം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കാണിക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു എനർജി നിങ്ങൾ കൂടി സപ്പോർട്ടീവായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന്, നിങ്ങളുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് സപ്പോർട്ടീവായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരാം. ഇനി ഒരുപാട് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് ആക്റ്റീവ് ആകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു റീഡിങ്ങിൽ നമുക്ക് വീണ്ടും കാണാം.